ഇപ്പോൾ ഗൈസ് നമ്മൾ അതിനകത്ത് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഒരു 20 വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണ്. പിന്നെ നമ്മൾ മൊത്തം എൻ്റെ ഉള്ളിൽ അടിച്ച് എടുത്തിട്ട് ഫുള്ള് ക്ലീൻ ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി കുറേ സാധനങ്ങളൊക്കെ ഇവിടെ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തോടെ പോകാം. ഇപ്പോഴുള്ള അവസ്ഥ വെച്ചായിട്ടുണ്ടെങ്കിൽ ഇതാണ് ഗൈസ്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മൊത്തം ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എൻ്റെ ഒരു വാഷിംഗ് ലെയർ വെച്ചിട്ട് മൊത്തം ക്ലീൻ ആക്കുവാണ്. അത് പൊടി മാത്രം. ഇപ്പം നിങ്ങൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഫുൾ പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാഷിംഗ് ലെയർ വെച്ചിട്ട് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ നമുക്കിത് മൊത്തം ക്ലീനിങ് ആണ്. നമ്മൾ ഇനി സർഫ് വെച്ചിട്ട് മൊത്തം ഈ ബ്രഷ് ചെയ്തൊക്കെ വെച്ച് മൊത്തം ക്ലീൻ ആക്കാനുള്ള പ്ലാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നോക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു സൈഡ് മാത്രം ക്ലിയർ ചെയ്യുമ്പോഴേക്കും തന്നെ ഏകദേശം ഒരു ബക്കറ്റ് ചാടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൊത്തം ഏകദേശം 2-3 മണിക്കൂർ എടുത്ത് നമ്മളിത് മൊത്തം അടച്ചതിൽ മണ്ണ് ധാരാളം കളഞ്ഞ് നീറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഹാൻഡ് ബൈക്കിൻ്റെ സൈഡിൽ തുരുമ്പാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ സ്റ്റെപ്പ് ടാറും കഴുകി. പിന്നെ അവിടെ ഒരു ഹോളുണ്ട്, നല്ലൊരു കപ്പുണ്ട്. അപ്പോൾ ആ കപ്പ് ഇവിടെ ഇല്ലാത്തതൊന്നും എന്നെ തൽക്കാലം നമ്മളൊരു സ്ഥലത്ത് ഇപ്പോൾ കെട്ടി ജസ്റ്റ് അടച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ജസ്റ്റ് ടാറും എടുത്ത് അവിടെ വെച്ചു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡിക്കിയും കാര്യങ്ങളൊക്കെ ഫുള്ള് നീറ്റാക്കി. ആ സ്പീക്കറും ജസ്റ്റ് അവിടെ തേച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം കൂടി പ്രീസെറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിത് മൊത്തം സ്റ്റെപ്പായിട്ട് കാണിക്കാൻ പറ്റാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്കാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കാനും എല്ലാം കൂടി പാടാണ്. അതുകൊണ്ടാണ് എല്ലാം മൊത്തം കാണിക്കാത്തത്. സോ ഇതിന് ലാസ്റ്റ് ഔട്ട്പുട്ടും ഫുള്ള് വണ്ടി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത പാർട്ടാക്കി വരും. അപ്പോൾ ശരി എന്നാൽ ബൈ.